നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നൊരു സീരീസ് ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂടാണ് അതിൻ്റെ അകത്ത് പ്രധാന റോൾ ചെയ്യുന്നത്. സോ ഈ സീരീസ് കാണാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ആഡെല്ലാം കണ്ടിട്ട് തന്നെയാണ്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആഡലായിരുന്നു. അതായത് സുരാജിൻ്റെ ക്യാരക്ടർ, പിന്നെ അതിൻ്റെ പേര് ഒരു 5 വയസ്സ്. സോ ഒരു 5 വയസ്സ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങൾ എങ്ങനെ വന്നു, അതിൻ്റെ ഒരു ക്യൂരിയസിറ്റി, ആ ഒരു ആഡ് കണ്ട അതിൻ്റെ ക്യൂരിയസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീരീസ് കാണാൻ തയ്യാറായത്. സോ സീരീസ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് മൊത്തം കോമഡിയും കാര്യങ്ങളും അങ്ങനെയെല്ലാം ആയിരുന്നു. അതിന് ഇതിൻ്റെ ടീച്ചറും കാര്യങ്ങളെല്ലാം പ്രോമിസ് ചെയ്ത് കോമഡി പോയിട്ട് എനിക്ക് ഫുള്ളി ഒരു ബോറടി തന്നെയായിരുന്നു ഈ സീരീസ് മൊത്തമായിട്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ പ്ലെയിനിലാണ് ഈ സീരീസ്. അതായത് ഭയങ്കരമായിട്ടുള്ള കഥയോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ കോമഡി എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളിലാണ് കുറച്ച് അങ്ങോട്ട് പോകണ്ടെങ്കിലും അതിനെ നമുക്ക് മര്യാദയ്ക്ക് കണക്ട് ആകുന്നത്ര രീതിയാണ്. അതിനെ പൊട്ടിച്ചിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ കോമഡി പ്രതീക്ഷിച്ചിട്ടാണ് ഈ സീരീസ് കണ്ടത്, ബട്ട് എന്നെ ടോട്ടലി നിരാശയാക്കി. പിന്നെ ഈ സീരീസിലാകെ 6 എപ്പിസോഡിൽ ഈ ഓരോ എപ്പിസോഡിന് അരമണിക്കൂറാണ്. സോ അതുകൊണ്ട് തന്നെ ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കാനേ ഉള്ളൂ. ബട്ട് അങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടാണെങ്കിലും അതിൻ്റെ ഒരു സുഖം വരെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാക്കാണ്. പിന്നെ ഇതിനകത്ത് ക്ലൈമാക്സ് എപ്പിസോഡ് ഉണ്ട്, അതിനകത്താണ് ഒരു ട്വിസ്റ്റ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. സോ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിലെ ട്വിസ്റ്റ് വേണമെങ്കിൽ കാണാൻ വേണ്ടി മാത്രം ഈ സീസൺ കാണാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പെർഫോമൻസ് വൈസ് ആണ് എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയത്. അതായത് എല്ലാവരും പെർഫോമൻസ്, അത് മെയിനായിട്ട് വന്ന സുരാജ് വെഞ്ഞാറിനെ പൊളിച്ചെടുക്കേണ്ട ഒരു ക്യാരക്ടർ കിണ്ണാണ്. ആ ക്യാരക്ടർ തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ ഇമോഷൻസും കാര്യങ്ങളും കാണിക്കുന്ന കുറേ വിധമെല്ലാം ഉണ്ട്. സുരാജ് വെഞ്ഞാറിനെ അറിയാലോ. സോ പിന്നെ സുരാജിൻ്റെ 5 ഭാര്യമാർക്ക് വരുന്ന 5 പെണ്ണുങ്ങളുണ്ട്. സോ അവരെ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഗംഭീരമാണ്. അതിൻ്റെ അടുത്ത് വന്നു പോകുന്ന എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്, അത് പറഞ്ഞേ പറ്റും. പെർഫോമൻസ് ഒരു രക്ഷയില്ല. സോ ഈ പെർഫോമൻസ് കണ്ടിട്ട് വേണമെങ്കിൽ ഈ സീരീസ് കാണാം. ബട്ട് എന്താ പറയുക, നിങ്ങൾ ഈ കോമഡിയിലൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആളാണെങ്കിലും മിക്കവാറും എല്ലാവരും കോമഡി തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സീരീസ് കാണുക. അതുകൊണ്ട് തന്നെ എനിക്ക് ടോട്ടലി നിരാശ തന്നെയായിരുന്നു ഈ സീരീസ്. ഫുള്ളി പ്ലെയിനാണ് ഈ കഥ, ഇങ്ങനെ ഒരു പോക്കാണ്. അതായത് നോൺ ലീനിയാരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല, ലീനിയറായിട്ടിൻ്റെ ഒരേ പോക്കാണ് ഈ സീരീസ്. സോ ഇതിൻ്റെ കളർ ഗ്രേഡിയും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായി. സിനിമാറ്റോഗ്രാഫിക്ക് നൈസായിരുന്നു. പിന്നെ അങ്ങനെല്ലാം കണ്ടിരിക്കാം. പിന്നെ പണ്ടത്തെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. അതിൻ്റെ ഒരു കോസ്റ്റ്യൂംസും അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളും ഗംഭീരമാണ്. മേക്കിംഗ് ഒക്കെ നൈസാണ്. ബട്ട് ആ സ്ക്രിപ്റ്റിലെ കാര്യങ്ങളും പിന്നെ കുറേ വർക്കൗട്ടായിട്ട് കുറേ കോമഡീസും കാര്യങ്ങളും ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് ടോട്ടലി നിരാശ ചെയ്യും. ക്ലൈമാക്സ് എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇത്രയും സമയം പ്ലെയിനായിട്ട് പോകുന്ന കഥേനെ കുറച്ച് നല്ല ട്വിസ്റ്റ് വന്ന് ആ ഒരു എപ്പിസോഡായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എപ്പിസോഡ് നമുക്ക് എപ്പോഴും മറക്കാൻ കഴിയാത്തൊരു എപ്പിസോഡാണ് ഈ സീസൺ കണ്ടിയിൽ. സോ മേ ബി സീസൺ 2 വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സീസൺ 2 അതിൻ്റെ ഒരു പ്രൈമറി പ്ലോട്ടിലേക്ക് പോകുന്നത്. ഈ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞ പേരിനെ സൂചിപ്പിക്കുന്നത് മേ ബി ഒരു സീസൺ 2 അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്. അത് കണ്ടാൽ മനസ്സിലാവും, സ്പോയിലർ ആകുന്നില്ല. സോ ടോട്ടലി നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു മൂഡേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെറുതെ ടൈം പാസിന് കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു മൂഡുള്ള സീരീസാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിനകത്ത് 5 ഭാര്യമാരുണ്ട് സുരാജിൻ്റെ. സോ അത് വരുന്നതും പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻസും കാസ്റ്റൊക്കെ വ്യത്യാസമാണ്. സോ ആ ഒരു 5 വയസ്സിൻ്റെ ആ ഒരു പ്രത്യേക സ്വഭാവവും പിന്നെ അവരെ ഓരോരോ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ബട്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എനിക്ക് ഒരു ഡള്ള് ഫീലാണ് ഈ സീരീസിനെ പറ്റി പറയാനുള്ളത്. സോ ഞാൻ പ്രതീക്ഷ എത്തിയില്ല. ഹോട്ട്സ്റ്റാറാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ള ഈ സീരീസ്. ടോട്ടൽ 6 എപ്പിസോഡുകൾ. സോ ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കാനുള്ളൂ. കണ്ടിട്ട് എന്തായാലും കണ്ടുനോക്കുക. മേ ബി സീസൺ 2 ഇവർക്ക് വേണമെങ്കിൽ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് നടത്താനാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ തന്നെ സീസൺ 2 വരുവാണെങ്കിൽ അതിനകത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി അതും ഇതേപോലെ തന്നെ ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സോ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല ഈ സീരീസ്, അത്രേ പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.